കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ AC മൊയ്തീനും P രാജീവിനും എതിരായ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കട്ടെയെന്ന് മുൻമന്ത്രി G സുധാകരൻ. തട്ടിപ്പ് നടന്നു എന്നതിൽ തർക്കമില്ല. സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്ത ആൾ എന്ന നിലയ്ക്ക് തനിക്കത് മനസ്സിലാകുമെന്നും G സുധാകരൻ പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ED മാത്രം കുറ്റം പറയുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് പാർട്ടിക്ക് എന്ന് ചൂണ്ടിക്കാണിച്ചവരുമുണ്ട്. ഇപ്പോഴിതാ P രാജീവിൻ്റെയും AC മൊയ്തീൻ്റെയും ഒക്കെ പേരുകൾ ഇതുമായി ചേർന്ന് പുറത്തേക്ക് വരികയാണ്. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ അതിൻ്റെ പുറകെ ഒന്നും പോയിട്ടില്ല. എന്നോട് മുമ്പ് ആളുകൾ ചോദിച്ചു അവിടെ ഗുരുതരമായ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് വസ്തുതയായതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു. ആരാണ് ഏതാണെന്നുള്ള ഡീറ്റെയിൽസ് രേഖ എൻ്റെ ഇല്ലല്ലോ. നടന്നിട്ടുണ്ടല്ലോ. ഞാൻ സഹകരണ മന്ത്രി ആയിരുന്ന ആളല്ലേ. അവിടെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ മൊയ്തീനാണോ രാജീവാണോ എന്ന് ഞാനങ്ങനെ പറയുക? എനിക്ക് യാതൊരു ബന്ധമില്ല. അത് രാജീവ് പറഞ്ഞു കഴിഞ്ഞു. മൊയ്തീനും നിഷേധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ED ഒന്നുകൊണ്ടാണ് ചോദിക്കുകയും ചെയ്തു. ഇതൊക്കെ പ്രൊസീഡിയർ നടക്കട്ടെ. ഇപ്പോൾ അതിലേക്ക് എന്താണ് ജമ്പ് ചെയ്യുന്നത്? ഇതിലെല്ലാം ഞങ്ങളെപ്പോലുള്ള പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്ത തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പ് എന്താ? പക്ഷേ ED ഉണ്ടല്ലോ, അവർ കളിക്കുന്ന കളി എന്താ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചോ ഇതുവരെ? ഇല്ല. എന്താ കാര്യം? അവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്? സാർ, കുറ്റമുണ്ടെന്ന് കണ്ടാൽ അത് അബ്സല്യൂട്ടായിട്ട് നിയമമല്ല, കണ്ടാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ ശരിയായ തരത്തിൽ അന്വേഷിച്ച് ശരിയായ തരത്തിൽ നിലപാടെടുക്കട്ടെ. BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് അന്വേഷിച്ചിട്ടുണ്ടോ? പ്രതികരിക്കേണ്ട പല വിഷയങ്ങളിലും MT വാസുദേവൻ നായർ പ്രതികരിച്ചിട്ടില്ലെന്ന് G സുധാകരൻ പറഞ്ഞു. MT പഠിപ്പിക്കേണ്ട എന്ന് താൻ പറഞ്ഞിട്ടില്ല. തന്റെ പരാമർശത്തിനെതിരെ ആദ്യം രംഗത്തു വന്നത് മന്ത്രി സജി ചെറിയാനാണ്. MTയെക്കുറിച്ച് താൻ പറഞ്ഞത് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചില്ലെന്നും G സുധാകരൻ കുറ്റപ്പെടുത്തി. ഇപ്പോൾ MT വാസുദേവൻ നായർ പറഞ്ഞിരിക്കുന്നത് ഈ അധികാരം എങ്ങനെയാണ് പ്രശ്നമായി മാറുന്നത്? അധികാരമുണ്ടാകുന്നു, അത് അധികാരികളെ സൃഷ്ടിക്കുന്നു, അധികാരികൾ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നു, ആൾക്കൂട്ടുകൾ വ്യക്തിപൂജകളിലേക്ക് മാറുന്നു. ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പോലും ഈ വ്യക്തിപൂജയിൽ ആകൃഷ്ടനായിരിക്കുന്നു, അദ്ദേഹം അതിനകത്ത് വീണുപോയിരിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സമയമാണ്. M മുകുന്ദൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു, സിംഹാസനങ്ങൾ ഒഴിയേണ്ട സമയമായിരിക്കുന്നു, ജനങ്ങളെയാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനും എതിരായിട്ടുള്ള വിമർശനങ്ങൾ. അതെ, എന്ന് ഈ MT വാസുദേവൻ നായരും M മുകുന്ദനും ഒക്കെ നടത്തിയിട്ടുള്ള എങ്ങും തൊടാത്ത വിശദീകരണങ്ങൾ അബ്സ്ട്രാക്റ്റാണ്. ഏതെങ്കിലും വ്യക്തിയെയോ ഒരു രാഷ്ട്രീയ പേരോ അവർ പറഞ്ഞിട്ടില്ല. അവരാരും അത് ഉന്നം വെച്ച് പറഞ്ഞിട്ടില്ല. അവർ അബ്സ്ട്രാക്റ്റായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല, കാരണം അബ്സ്ട്രാക്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ മോഡിയാണോ പിണറായി ആണോ എന്ന ആശയക്കുഴപ്പമല്ലേ ഉണ്ടാക്കിയത്. ചിലപ്പോൾ അത് രണ്ടുപേരെ പറ്റി ഉദ്ദേശിച്ച് ഞാൻ പറയുന്ന പ്രശ്നം അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. MT വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരേണ്ട G സുധാകരൻ. എന്നാലും ഞാൻ ടെലിവിഷൻ കണ്ട ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറയത്തുമില്ല. കാരണം ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞാലും നമ്മൾ പഠിക്കും. ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും അതാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത്. ഓരോ പ്രശ്നം വരുമ്പോൾ MT വാസുദേവൻ നായർ പറഞ്ഞില്ലല്ലോ. അതാത് അവസരത്തിലൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു പൊളിറ്റിക്കൽ കറക്ഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്രയോ മുമ്പ് പലതും പറയാമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊരു മന്ത്രി പ്രതികരിക്കാൻ സജി ചെറിയാനാണ്. എനിക്കറിയില്ല ഏത് ചെറിയാനായാലെന്താ, ഏത് ചെറിയാനായാലെന്താ. ചെറിയാനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? മുസ്ലിം ലീഗ് LDFിലേക്ക് വരേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇല്ലെന്ന് CPIഎമ്മിന്റെ മുതിർന്ന നേതാവായ G സുധാകരൻ പറഞ്ഞു. ലീഗിന്റെ സീറ്റ് പകുതിയായി കുറഞ്ഞു. പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടികൾ അധികാരത്തിൽ വരേണ്ടത് എന്നും G സുധാകരൻ പറഞ്ഞു. ലീഗ് കൂടി ഇടത് പാളയത്തിലേക്ക് വന്നാൽ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം കുറച്ചുകൂടി ശക്തിപ്പെടുത്താം എന്നുള്ള ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം അതിന് കൊടുക്കുക. അതേസമയം തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച പ്രകടനത്തിൽ മൂന്നാം തവണയും വരാനുള്ളൊരു സാഹചര്യം, ഇങ്ങനെ പല പല രാഷ്ട്രീയ എന്നല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പല കണക്കുകൂട്ടലുകൾ അവരെല്ലാണല്ലോ ഇപ്പോൾ വന്നത്. അതെ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അവരുടെ ഒരു ആവശ്യമുണ്ടോ? അല്ല, അവരപ്പുറത്തുണ്ടായിട്ട് ഞങ്ങൾ 100 സീറ്റ് പിടിച്ചെങ്ങനെ? അവിടെ സീറ്റ് 24 നിന്ന് 12 13 ചുരുങ്ങിയില്ലേ? 13 ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പം 13 ഉണ്ടോ? ഇതിനിപ്പോൾ എത്ര ഉണ്ട്? 24 25 എല്ലായിരുന്നു എടുക്കുക. അതങ്ങോട്ട് പോയ സീറ്റല്ലേ? 20 സീറ്റ് അങ്ങോട്ട് പോയി. അപ്പോൾ തിരുവിതാംകൂർ സീറ്റേ ഇല്ലല്ലോ. അതെ, അപ്പോൾ അതൊക്കെ അവർ പരിശോധിക്കട്ടെ. 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് G സുധാകരൻ നിലപാടുകൾ വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി KR ഗോപികൃഷ്ണൻ ചേരുന്നു. ഗോപികൃഷ്ണൻ, ആദ്യമായി ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട കാര്യമാണ് സുധാകരൻ പറഞ്ഞത്. നേരത്തെയും സുധാകരൻ ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സഹകരണ സ്ഥാപനങ്ങളിൽ തട്ടിപ്പിൻ്റെ സാധ്യതയുണ്ട്, അതിൽ പങ്കാളികളായിട്ടുള്ളവർ അതിൻ്റെ തുടർ നടപടികൾക്ക് വിധേയമാകട്ടെ എന്ന്. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ മൊയ്തീനും രാജീവും അവർ സംശയങ്ങൾക്ക് അതീതരാണ് എന്നൊരു നിലപാട് ഖണ്ഡിതമായി സുധാകരൻ എടുക്കാത്തത് എന്തുകൊണ്ട്? വേണുഗോപാലകൃഷ്ണൻ, അതുതന്നെയാണ് ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളാണ്, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഗുരുതരമായ ആരോപണങ്ങളാണ് CPM-നെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പി രാജീവ് CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ നിയമവിരുദ്ധമായി വായ്പകൾ നൽകാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി എന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ബാങ്കിന്റെ മുൻ സെക്രട്ടറി സുനിൽകുമാർ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സത്യവാങ്മൂലത്തിൽ ഈ വാചകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയാണ് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രി എന്ന നിലയിൽ ജി സുധാകരൻ ഇങ്ങനൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും ഇത് വളരെ ഗുരുതരമാണ് എന്നുമുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതും. അത് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ തനിക്ക് 100% ഉറപ്പാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നിരിക്കുന്ന തട്ടിപ്പ് സംബന്ധിച്ചിട്ടുള്ള സമഗ്രമായ അന്വേഷണം വേണം എന്ന നിലപാടാണ് ജി സുധാകരനുള്ളത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെ എന്ന ഒരു നിലപാട് മുൻപ് ജി സുധാകരൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ പേരുകൾ, പ്രത്യേകിച്ച് പി രാജീവിന്റെ ഒക്കെ പേരുകൾ ഇതുമായി ചേർത്ത് വെച്ച് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തെ നേരിടട്ടെ എന്ന നിലപാടാണ് ജി സുധാകരനുള്ളത്. അദ്ദേഹം AC മൊയ്തീനോ അല്ലെങ്കിൽ പി രാജീവിനോ ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല ഈ അഭിമുഖത്തിൽ. പകരം അന്വേഷണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കട്ടെ, അതിന് ചില പ്രൊസീഡിംഗ്സ് ഉണ്ട്, ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, ആ പ്രൊസീജിയേഴ്സും പ്രൊസീഡിംഗ്സും അതേപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേണു ബാലകൃഷ്ണൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ ഒരാൾക്കും ഒരു ഘട്ടത്തിലും തടയാനോ വഴിതിരിച്ചു വിടാനോ കഴിയില്ല. അതുകൊണ്ട് ED അന്വേഷണത്തെ അഭിമുഖീകരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ന്യായമായ കാര്യം എന്ന അഭിപ്രായമാണ് ജി സുധാകരനുള്ളത്. അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ഉദാഹരണം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹാജരാകാൻ പറയുമ്പോൾ ഹാജരാകാതിരിക്കുന്നത്? ഈ രാജ്യത്തെ നിയമങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമില്ലേ എന്നാണ് ജി സുധാകരൻ ചോദിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഒരു രാഷ്ട്രീയ ആയുധമായി BJP ഉപയോഗിക്കുന്നു എന്ന അഭിപ്രായം പങ്കുവെക്കുമ്പോൾ തന്നെയാണ് EDയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനോ മാറ്റി നിർത്താനോ കഴിയില്ല എന്ന അഭിപ്രായം ജി സുധാകരൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ മുതിർന്ന നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴും ഈ ആരോപണങ്ങളിൽ ശരിയാവണ്ണമുള്ള ഒരു അന്വേഷണം നടക്കണം എന്ന നിലപാട് ജി സുധാകരൻ ആവർത്തിക്കുന്നു. ഒരു തരത്തിലും പാർട്ടിക്കോ അതല്ലെങ്കിൽ സർക്കാരിനോ ഇവരെ സംരക്ഷിച്ചു നിർത്തുകയോ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം തീർക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തരം അന്വേഷണങ്ങളെ നേരിടുക എന്നതാണ് പാർട്ടി സ്വീകരിക്കേണ്ട സമീപനം. അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടത്തിന് ഒരു പരിധിവരെ കാരണമായിട്ടില്ലേ എന്ന് ഞാൻ ജി സുധാകരനോട് ചോദിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണത്തിലൂടെ തെളിയട്ടെ, പാർട്ടി ഈ കാര്യങ്ങളിൽ ഒരു ശരിയായ നിലപാട് എടുക്കട്ടെ എന്നതായിരുന്നു. വേണു ഗോപി, പിന്നീട് ഈ MT വിവാദമാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ, ഏത് ചെറിയാനായാലും എന്നൊക്കെ പറയുമ്പോൾ ആലപ്പുഴയിലെ വിഭാഗീയതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട സുധാകരൻ്റെ മനോഭാവം എന്താണ് എന്ന ആ വാക്കുകൾ സ്പഷ്ടമാക്കുന്നു. ആ കാര്യം, അതുകൂടാതെ പിണറായിയുമായുള്ള ബന്ധം, ഇതേപ്പറ്റിയൊക്കെ സുധാകരൻ എന്താണ് പറയുന്നത്? വേണു ബാലകൃഷ്ണൻ, നമുക്കറിയാം ആലപ്പുഴയിലെ CPM-ന്റെ വിഭാഗീയതയിൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന നാസറിനൊപ്പമാണ് ജി സുധാകരൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിന്റെ എതിർചേരിയിലാണ് സജി ചെറിയാൻ നിൽക്കുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി സജി ചെറിയാൻ എത്തുന്നത് തന്നെ ജി സുധാകരന്റെ പിന്തുണയോട് കൂടിയായിരുന്നു. പക്ഷേ അന്നുണ്ടായിരുന്ന ആ സൗഹൃദവും ആ അടുപ്പവും ഒക്കെ ജി സുധാകരനും സജി ചെറിയാനും തമ്മിൽ ഇപ്പോഴില്ല എന്ന് പ്രകടമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹം MT വാസുദേവൻ നായരെ കുറിച്ച് താൻ നടത്തിയ പരാമർശങ്ങളെ തെറ്റായി ആളുകൾ വ്യാഖ്യാനിക്കുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ള ആരോപണമാണ് അദ്ദേഹത്തിനുള്ളത്. മാത്രമല്ല ഈ അഭിപ്രായം വന്ന ഉടനെ തന്നെ സജി ചെറിയാൻ നടത്തിയ ഒരു പ്രതികരണം MT വാസുദേവൻ നായർക്ക് അഭിപ്രായ പ്രകടനം നടത്താനുള്ള അവകാശമുണ്ട് എന്നതാണ്. അപ്പോഴാണ് ജി സുധാകരൻ പറയുന്നത്, MT വാസുദേവൻ നായർക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് താനല്ല, അത് സജി ചെറിയാനാണ്. സജി ചെറിയാനെ പോലൊരാൾ MT വാസുദേവൻ നായർക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ട് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആദ്യം തന്നെ സജി ചെറിയാൻ തിരുത്തിയാൽ മതി, തന്നെ തിരുത്താൻ സജി ചെറിയാൻ വരണ്ട എന്ന ഒരു നിലപാടാണ് ജി സുധാകരൻ സ്വീകരിച്ചത്. വേണുബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ഒരു നിലപാടായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. സജി ചെറിയാനുമായി അകന്നു നിന്ന ശേഷം ഇതാദ്യമായി വീണ്ടും ഒരിക്കൽ കൂടി സജി ചെറിയാനുമായി ഉള്ള അകൽച്ചയുടെ, വിയോജിപ്പിന്റെ ഒരു സ്വരം ജി സുധാകരന്റെ പ്രതികരണത്തിലൂടെ പുറത്തു വരുന്നു. ആലപ്പുഴയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ എച്ച് സലാമിന്റെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല ജി സുധാകരൻ എന്ന് കണ്ടെത്തുകയും എളമരം കരീം കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഈ കാര്യങ്ങൾ പറയുകയും സുധാകരനെ ശാസിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ജി സുധാകരൻ പറയുന്നത് ബോധപൂർവമായി തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ഇതിന് പിന്നിൽ നടന്നു എന്ന് സംശയിക്കുന്നുണ്ട് എന്നതാണ്. എച്ച് സലാം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും എന്നിട്ടും അതിന്മേൽ ആ എച്ച് സലാമിന്റെ പരാതിയിന്മേൽ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തത് ഈ വിഭാഗീയതയുടെയും തനിക്കെതിരായിട്ടുള്ള നീക്കങ്ങളുടെയും ഭാഗമായിട്ടാണ് ജി സുധാകരൻ മനസ്സിലാക്കുന്നത്. തൊട്ട് അപ്പുറത്തുള്ള PP ചിത്തരഞ്ജൻ മത്സരിച്ച മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞിട്ടും എന്തുകൊണ്ട് അവിടെ ഒരു അന്വേഷണത്തിന് പാർട്ടി ഉത്തരവിട്ടില്ല, അങ്ങനെ ആലോചിച്ചില്ല എന്ന ചോദ്യവും ജി സുധാകരൻ ചോദിക്കുന്നുണ്ട്. പിണറായി വിജയനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ജി സുധാകരൻ
സുധാകരൻ പറഞ്ഞത്. നേരത്തെ ജി സുധാകരൻ പിണറായി വിജയനെ വിശേഷിപ്പിച്ചത് നിശ്ചയദാർഢ്യമുള്ള, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തന്റെ ഇടമുള്ള, പാർട്ടിയുടെ ആശയ അടിത്തറയോട് ചേർന്ന് നിൽക്കുന്ന, പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുള്ള ഒരു നേതാവ് എന്ന അഭിപ്രായ പ്രകടനം നേരത്തെ ജി സുധാകരൻ നടത്തിയിട്ടുണ്ട്. പിണറായി വിജയനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായത്തിലും കാഴ്ചപ്പാടിലും യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. എന്നാൽ പണ്ട് പിണറായി വിജയനുമായി തനിക്കുണ്ടായിരുന്ന അടുപ്പം ഇപ്പോഴില്ല. അത് സ്വാഭാവികമാണ്. താൻ പാർട്ടിയുടെ ഉന്നത ഘടകങ്ങളിലില്ല, താൻ മന്ത്രിസഭയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരവും ആലപ്പുഴയും തമ്മിലുള്ള അകൽച്ച താനും പിണറായി വിജയനും തമ്മിലുണ്ട് എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയായിരുന്നു ജി സുധാകരൻ ചെയ്തത്. അതേസമയം തന്നെ പിണറായി വിജയൻ, നമുക്കറിയാം, നേരത്തെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ജി സുധാകരൻ സ്വീകരിച്ചൊരു നിലപാട് ആ ദുർഗന്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വീണ വിജയനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ കാര്യത്തിലും താങ്കൾക്ക് മുഖ്യമന്ത്രിയുടെ മേൽ, പിണറായി വിജയന് മേൽ ഇതേ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജി സുധാകരൻ പറഞ്ഞത്, അന്ന് എങ്ങനെയാണോ താൻ പിണറായി വിജയനെ വിശ്വസിച്ചത് അതേ അളവിൽ, അതേ തോതിൽ ഇപ്പോഴും താൻ പിണറായി വിജയനെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ്. അവിടെയാണ് വ്യക്തി ആരാധനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നത്. അവിടെ ജി സുധാകരൻ പറഞ്ഞ മറുപടി, വ്യക്തി ആരാധന എന്നത് പാർട്ടി അംഗീകരിക്കുന്ന കാര്യമല്ല, പക്ഷേ ജനങ്ങൾക്കിടയിൽ നേതാക്കൾ ആരാധ്യരായി മാറുന്ന സാഹചര്യം CPM-നെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ആരാധ്യനായ വ്യക്തിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്, അതേപോലെ ആരാധ്യനായ വ്യക്തിയായിരുന്നു VS അച്യുതാനന്ദനും EK നായനാറും ഒക്കെ. ആ കൂട്ടത്തിൽ, ആ ഗണത്തിൽപ്പെടുന്ന ആരാധ്യനായ വ്യക്തിത്വമാണ് പിണറായി വിജയന്റേതും എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പട്ടികയിൽ വരുന്ന അവസാനത്തെ പേരായി ഇപ്പോൾ പിണറായി വിജയൻ ഉണ്ട് എന്ന് ജി സുധാകരൻ പറയുന്നു. അവിടെ നിന്നാണ് വീണ്ടും മത്സര രംഗത്തേക്ക് ജി സുധാകരൻ വരാൻ തയ്യാറെടുക്കുന്നുണ്ടോ, അദ്ദേഹം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. പാർട്ടിയാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കേണ്ടത്, പാർട്ടിയുടെ തീരുമാനമനുസരിച്ചാണ് താൻ തീരുമാനങ്ങൾ കൈക്കൊള്ളാറുള്ളത്, തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ താൻ പാർട്ടിയിൽ പറയുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു ആലോചനയും ഉള്ളതായി തനിക്കറിയില്ല, അത് ആ സന്ദർഭത്തിൽ ആലോചിക്കാം എന്നാണ് വേണു ബാലകൃഷ്ണൻ ജി സുധാകരൻ പറഞ്ഞത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് അദ്ദേഹം പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാൻ സജ്ജമായിരിക്കുന്നുവെന്നാണ്. പക്ഷെ ജി സുധാകരൻ പറയുന്നത്, ഒരു സ്ഥാനമാനത്തിനും പാർട്ടിക്കും പദവിക്കും വേണ്ടിയല്ല താൻ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്, അതുകൊണ്ട് ഇപ്പോൾ അത്തരം പദവികളെ കുറിച്ച് താൻ ആലോചിക്കുന്നില്ല എന്നാണ് അഭിമുഖത്തിൽ ജി സുധാകരൻ പറയുന്നത്. വേണു, ഗോപി, ദേശാഭിമാനിയെ പറ്റിയുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ് സുധാകരന്റെ? വേണു, കഴിഞ്ഞ ദിവസമാണ് MT വാസുദേവൻ നായർക്കെതിരെ ജി സുധാകരൻ നടത്തിയ പരാമർശങ്ങൾ വലിയ തലക്കെട്ടായത്. അതിൽ അദ്ദേഹം പറഞ്ഞത് പല ചാനലുകളിലും പല പത്രങ്ങളിലും താൻ പറഞ്ഞ വാചകങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്നതാണ്. MT പഠിപ്പിക്കാൻ വരണ്ട എന്നൊരു വാചകം താൻ പറഞ്ഞിട്ടില്ല. സമരവും ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ MT വാസുദേവൻ നായർ പഠിപ്പിക്കേണ്ട എന്നാണ് താൻ പറഞ്ഞത്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് എന്നൊരു പരാതി, എന്നൊരു പരിഭവം ജി സുധാകരനുണ്ട്. അവിടെയാണ് പാർട്ടി പത്രമായ ദേശാഭിമാനി പോലും താൻ പറഞ്ഞ വാചകങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയോ അത് ശരിയാവണ്ണം റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇത് മാത്രമല്ല, പാർട്ടിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളിലുമൊക്കെ താൻ പങ്കെടുത്താൽ തന്റെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുകയോ തന്റെ പേര് ആ വാർത്തയിൽ ഉൾപ്പെടുത്തുകയോ ദേശാഭിമാനി ചെയ്യാറില്ല. അത് കഴിഞ്ഞ കുറെ കാലമായി ദേശാഭിമാനി ആ നിലയിൽ തന്നെ അവഗണിക്കുന്നുണ്ട് എന്ന ആക്ഷേപമാണ് ജി സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത്. ദേശാഭിമാനിയുടെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങി അഹോരാത്രം പ്രയത്നിച്ച ആളുകളിൽ ഒരാളാണ് താൻ. എന്നിട്ടും പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി തന്നെ ഈ വിധം അവഗണിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ പത്രം നന്നാവുക? നേരത്തെ അറിയാൻ എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് അത് ശരിയാവുക എന്ന കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ദേശാഭിമാനിക്കെതിരെ ജി സുധാകരനുള്ളത്. അതുപോലെ ഗോപി, ശൈലജ, PG ആർമി, ഇവരെ പറ്റിയൊക്കെയുള്ള പരാമർശങ്ങൾ എന്തായിരുന്നു സുധാകരൻ നടത്തിയത്? കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രിയുടെ ആവശ്യം നിലവിലുണ്ടോ എന്ന ചോദ്യം ഞാൻ ജി സുധാകരനോട് ചോദിച്ചു. അവിടെയാണ് അദ്ദേഹം വളരെ ക്ഷോഭത്തോടുകൂടി ആർക്കും കയറി ആകാൻ കഴിയുന്ന ഒരു പദവിയല്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു തുടങ്ങിയത്. അദ്ദേഹം കേരളത്തിൽ ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുമ്പോൾ പറഞ്ഞത്, പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ളവരാണ് കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത് ഇടതുപക്ഷത്തിന് വേണ്ടി, CPM-ന് വേണ്ടി. അതുകൊണ്ട് തന്നെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്നവർ തന്നെയായിരിക്കും തുടർന്ന് അങ്ങോട്ടും കീഴ്വഴക്കമനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ടേണിലേക്ക് വരിക. അതൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ടുന്നൊരു സാഹചര്യമല്ല ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വളരെ ചെറിയ പ്രവൃത്തി പരിചയമോ അല്ലെങ്കിൽ വലിയ ത്യാഗമൊന്നും അനുഭവിക്കാതെ പദവികളിൽ എത്തിയവരൊക്കെ ഇപ്പോൾ പുസ്തകം എഴുതുന്ന തിരക്കിലാണ്. അങ്ങനെ പുസ്തകം എഴുതിയതുകൊണ്ട് ആരും കമ്മ്യൂണിസ്റ്റുകളായി മാറാൻ പോകുന്നില്ല. അനുഭവ സമ്പത്ത് വേണം, ത്യാഗസമ്പന്നമായ ഒരു ജീവിതം ഉണ്ടാകണം, ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനുള്ള പാഠം ഉണ്ടാകണം. അങ്ങനെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ ഉള്ളവരാണ് പുസ്തകങ്ങളിലൂടെ സന്ദേശങ്ങൾ കൈമാറേണ്ടത്. സ്വാഭാവികമായും KK ശൈലജയുടെ മൈ ലൈഫ് ആസ് എ കോമ്രേഡ്
എന്ന പുസ്തകം മുന്നിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. അത് കെ ശൈലജയെ ഉദ്ദേശിച്ച് തന്നെയല്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് അദ്ദേഹം, ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ആളുകൾ പുസ്തകം എഴുതുന്ന കാലമാണ്. പുസ്തകം എഴുതുന്നവർ ഓർക്കേണ്ടത് അവർക്ക് പറയാൻ എന്തുണ്ട്, അവർക്ക് പകർന്നു കൊടുക്കാൻ എന്ത് സന്ദേശമുണ്ട്, അവർ ഏത് തരം ജീവിതാനുഭവങ്ങളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്, അത് മറ്റാർക്കെങ്കിലും മാതൃകയാകുന്ന ഒന്നാണോ, ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വേണം ഒരു മാർക്സിസ്റ്റ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പുസ്തകം എഴുതേണ്ടത് എന്ന വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. വ്യക്തി ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് PJ ആർമിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയത്. PJ ആർമി എന്ന പേര് തന്നെ ഒരു തെറ്റായ പ്രയോഗമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. PJ ആർമി ഏതെങ്കിലും അർത്ഥത്തിൽ P ജയരാജന്റെ അറിവോടുകൂടി ഉണ്ടായതാണെന്ന് താൻ കരുതുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. പക്ഷേ P ജയരാജൻ ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് സംഘാടകനും ഏറ്റവും മികച്ച ഒരു കമ്മ്യൂണിസ്റ്റുമായിട്ടാണ് താൻ കാണുന്നത്. അദ്ദേഹം ഇതുപോലെ ഒരു സംഘത്തിന് നേതൃത്വം കൊടുക്കും, അങ്ങനെ ഒരു രൂപം കൊടുക്കുമെന്ന് താൻ കരുതുന്നില്ല. പക്ഷേ ഇത്തരം പ്രവണതകൾ പാർട്ടിയിൽ അനുവദിക്കില്ല. ആരാധ്യരായ വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ അങ്ങനെ ആരാധ്യനായ വ്യക്തിയാണ് എന്ന നിലപാടാണ് G സുധാകരൻ ഉള്ളത്. വീണു. ശരി, അഡ്വക്കേറ്റ് A ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയശങ്കർ, G സുധാകരൻ തുടർച്ചയായി പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ വിമർശനങ്ങൾ തുടരുകയാണ്. പക്ഷേ പാർട്ടി അവഗണിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. സുധാകരൻ ഈ വിമർശനം തുടരുന്ന സാഹചര്യം എന്ത് സൂചന നൽകുന്നതാണ്? അല്ല, സുധാകരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിലും PS സർക്കാരിലും മന്ത്രിയായിരുന്ന ആളാണ്. 10 വർഷം കേരള സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈയാളി ഭരണ പരിചയമുള്ള ഒരാളാണ്, കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ പൊതുജീവിതത്തിൽ ഇന്നേ ദിവസം വരെ യാതൊരു ആക്ഷേപത്തിനും ഇട നൽകാത്ത ആളാണ്. അദ്ദേഹം ഒട്ടും അഴിമതിക്കാരനല്ല, വളരെ സത്യസന്ധനാണ്. യാതൊരു ദുഷ്ചെലവും ചെയ്തിട്ടുള്ള ആളല്ല. പണ്ട് ഈ PS മന്ത്രിസഭയുടെ സമയത്ത് മന്ത്രിമാരെ ഈ മന്ത്രിമന്ദിരം മോടി പിടിപ്പിച്ച് ഒരുപാട് പണം ചെലവഴിച്ച വിവാദം ഉണ്ടായപ്പോൾ ഏറ്റവും കുറച്ച് പൈസ ചെലവാക്കിയിട്ട് 25,000 രൂപ മാത്രം ചെലവഴിച്ച മന്ത്രിയായിരുന്നു G സുധാകരൻ. അപ്പൊ അങ്ങനെ വലിയ പ്രതിച്ഛായുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് അതിൻ്റെതായ ഒരു മൂല്യമുണ്ട്, ധാർമ്മികതയുടെ വലിയ പിൻബലമുണ്ട്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല, ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ പൊതുവികാരമാണ് G സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അത് പൂർണ്ണമായി പറഞ്ഞു എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അദ്ദേഹം നൽകുന്ന സൂചനകൾ വളരെ വ്യക്തമാണ്. ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ പൊതുജനങ്ങൾ തൃപ്തരല്ല. പ്രതിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുക സാധ്യമല്ല, ഒരിക്കലും തൃപ്തരാകുകയില്ല. പൊതുജനങ്ങൾ, പൊതുജനസാമാന്യം തൃപ്തി പുലർത്തുന്നില്ല. പാർട്ടിക്കാർക്ക് തന്നെ തൃപ്തിയില്ല. ഇതിൽ വിമർശിക്കപ്പെടേണ്ടതായ അല്ലെങ്കിൽ തിരുത്തപ്പെടേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം അധിക വാക്കുകൾ ഉപയോഗിക്കാതെ വ്യക്തമാക്കും. അപ്പൊ അത് കാതുള്ളവർ കേൾക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി ശ്രീ ജയശങ്കർ പ്രതികരിച്ചതിന്. KR ഗോപികൃഷ്ണനാണ് G സുധാകരനുമായുള്ള അഭിമുഖം നടത്തിയത്. അഭിമുഖത്തിന്റെ വിശദാംശങ്ങളാണ് ഗോപികൃഷ്ണൻ വിശദീകരിച്ചത്.